എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ അറിയാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു ഒറീഫ്ലെയിം ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നുള്ളതാണ് അറിയാനായിട്ട് പോകുന്നത്. ഈ ഒരു കമ്പനിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് കിട്ടുന്നത്, എത്ര ഏൺ ചെയ്യാനായിട്ട് സാധിക്കും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ അറിയാനായിട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങളുണ്ട്, ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് നല്ലൊരു വീട് വെക്കണം, നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങണം, നമ്മുടെ കടബാധ്യതകൾ തീർക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ചൊരു നല്ല നിലയിൽ എത്തിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ഇത് സാധിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും ആഗ്രഹങ്ങളായി മാത്രം നിന്നാൽ പോരാ, അതിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഒരു രക്ഷപ്പെടാനായിട്ട്, എൻ്റെ ലൈഫിൽ എനിക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ എപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കൊരു അവസരം തരണേ ഈശ്വര, എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, ഞാൻ ആ അവസരത്തെ വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ശ്രമിക്കും എന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് കിട്ടുന്ന നല്ലൊരു അവസരം തന്നെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഏകദേശം 2 വർഷം കൊണ്ട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട്, ഒരു 360 ഡിഗ്രിയോളം ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സാധിച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒറീഫ്ലെയിം എന്ന് പറയുന്നത്. നമുക്കിനി കമ്പനിയെക്കുറിച്ച് നോക്കാം. 55-ലധികം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കമ്പനിയാണ് ഒറീഫ്ലെയിം എന്ന് പറയുന്നത്. യോജനിക് ബ്രദേഴ്സ് സ്വീഡനിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികളിൽ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ ഡയറക്റ്റായിട്ട് നമ്മൾ ബ്രാൻഡ് പാർട്ട്നേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വീഡിഷ് ഒറിജിനാണ്, സ്വീഡനിൽ തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 100% എക്കോ എത്തിക്കൽ ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് പ്രകൃതിയെ യാതൊരു വിധമായ രീതിയിലും ഹാനികരമാക്കാതെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാവിധ പ്രോഡക്റ്റുകളും നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോഡക്റ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത, യൂറോപ്യൻ സ്റ്റാൻഡേർഡ് യൂണിയൻ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ് എല്ലാ പ്രോഡക്റ്റുകളും. നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകൾക്ക് മാത്രമേ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് യൂണിയൻ സർട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു ഒറീഫ്ലെയിം എന്ന് പറയുന്ന കമ്പനി. അതുപോലെ തന്നെ നമുക്കൊരു എക്സലൻറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. 100% സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് നമ്മുടെ ഈ ഒരു കമ്പനി. ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് 1995-ലാണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏകദേശം 25-ലധികം വർഷങ്ങളായിട്ടുണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നലെയോ ഇന്നോ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് യൂണിയൻ സർട്ടിഫൈ ചെയ്തതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബ്യൂട്ടി അവാർഡുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. LA ബ്യൂട്ടി അവാർഡ്, ഫെമിന പവർ ബ്രാൻഡ് അവാർഡ്, ഇങ്ങനെ ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് IDSAയുടെ അണ്ടറിൽ വരുന്നതാണ്. അതായത് ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷൻ, ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷൻ്റെ ഒരു കോ-ഫൗണ്ടർ മെമ്പർ കൂടെയാണ് ഒറീഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തതായതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യാവുന്ന ഒരു കമ്പനിയാണ് ഒറീഫ്ലെയിം എന്ന് പറയുന്നത്. ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ എങ്കിലും നമുക്കൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ 1 രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കാതെ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് നമ്മൾ തന്നെ നമ്മുടെ ബോസായിരുന്നു കൊണ്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മൂലം നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്യൂട്ടിക്ക് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഒറീഫ്ലെയിം എന്ന് പറയുന്നത്. ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ബ്യൂട്ടിയും ഔട്ട്സൈഡ് ബ്യൂട്ടിയുമാണ്. അതായത് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും, അതിന് രണ്ടും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഒറീഫ്ലെയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദീപാലയ എന്ന് പറയുന്ന അനാഥരായ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിന് വേണ്ടി ഒരു ഡൊണേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്.
ആ ഒരു ഡൊണേഷൻ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന ഓരോ പ്രോഡക്റ്റിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം മാറ്റി വെച്ചുകൊണ്ടാണ് ഈ ഡൊണേഷനൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു ചാരിറ്റിയും കൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറിഫ്ലെയിം എന്തൊക്കെയാണ് നൽകുന്നത്? മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നമുക്കിതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ലുക്ക് ഗ്രേറ്റ്, മേക്ക് മണി, ഹാവ് ഫൺ. ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്തുനിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ആദ്യം വരുന്നതാണ് ലുക്ക് ഗ്രേറ്റ് എന്ന് പറയുന്നത്. ലുക്ക് ഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം, നമുക്ക് കാണുമ്പോൾ നമ്മളെ ഒരു അട്രാക്ഷൻ, നമുക്കൊരു ഭംഗി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഈ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇൻസൈഡ് ബ്യൂട്ടിയും ഔട്ട്സൈഡ് ബ്യൂട്ടിയാണ്. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സൗന്ദര്യവും ഹെൽത്തും തമ്മിൽ നല്ല റിലേഷൻ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇൻസൈഡ് ബ്യൂട്ടിയും ഔട്ട്സൈഡ് ബ്യൂട്ടിയുമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ബൈ നേച്ചർ ആൻഡ് പവേർഡ് ബൈ സയൻസ് ആണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റുകളും. അതുപോലെ തന്നെ വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. മേക്കപ്പ് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്, വെൽനസിൻ്റെ പ്രോഡക്റ്റുകൾ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഫിലോസഫി പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്, ഫ്രാഗ്രൻസുകൾ, പെർഫ്യൂംസുകൾ അവൈലബിൾ ആണ്, പേഴ്സണൽ കെയറിനുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്, ഹെയർ കെയർ ഉണ്ട്, അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. അടുത്തത് മേക്ക് മണിയാണ്. മേക്ക് മണി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള ആഗ്രഹമാണ്. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ടാണെങ്കിലും ഒരു ജോലി ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും നമുക്ക് എന്താണ് നേടിയെടുക്കാനായിട്ട്, എത്ര രൂപ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിന് നമ്മുടെ ഒറിഫ്ലെയിമിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം, ഒറിഫ്ലെയിം സക്സസ് പ്ലാൻ. ഈ ഒരു സക്സസ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സക്സസ് പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. 25 സ്റ്റെപ്പുകളാണ് ഈ ഒരു സക്സസ് പ്ലാനിലുള്ളത്. അപ്പോൾ ഓരോ സ്റ്റെപ്പുകളും കയറിയുന്നതനുസരിച്ചാണ് നമ്മുടെ ഇൻകം നമുക്ക് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു സക്സസ് പ്ലാൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പണം കായ്ക്കുന്ന മരമെന്നോ അല്ലെങ്കിൽ ഒരു അത്ഭുത ജീനി എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു സക്സസ് പ്ലാൻ. കാരണം അത്രയധികം പൈസ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു സക്സസ് പ്ലാൻ എന്ന് പറയുന്നത്. സക്സസ് പ്ലാൻ ഇൻകം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇൻകം എന്ന് പറയുന്നത് ക്യാഷ് അവാർഡുകൾ തന്നെയാണ്. ക്യാഷ് അവാർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ടർ ലെവൽ എത്തുമ്പോൾ മുതൽ നമുക്ക് ക്യാഷ് അവാർഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡയറക്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്പുകളൊന്നും കയറി പോകുന്നും വേണ്ട. ആദ്യത്തെ 7 സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ നമ്മൾ ഡയറക്ടർ ലെവലിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ലെവൽ മുതൽ നമുക്ക് ക്യാഷ് അവാർഡുകൾ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 17 ക്യാഷ് അവാർഡുകളാണുള്ളത്. 50,000 മുതൽ 5 കോടി വരെ നമുക്ക് ക്യാഷ് അവാർഡുകളുണ്ട്. ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഏകദേശം 30 കോടിയിലധികം രൂപയാണ് ക്യാഷ് അവാർഡുകളായിട്ട് നൽകിയിട്ടുള്ളത്. അടുത്ത സക്സസ് പ്ലാൻ ഇൻകം എന്ന് പറയുന്നത് ബോണസുകളാണ്. മെയിനായിട്ട് 6 ടൈപ്പ് ബോണസുകളാണ് നമുക്കുള്ളത്. 6 ടൈപ്പ് ബോണസുകൾ ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഏകദേശം 300 കോടിയിലധികം രൂപ നമുക്ക് ബോണസുകളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്ത സക്സസ് പ്ലാൻ ഇൻകം എന്ന് പറയുന്നത് ട്രേഡ് ഡിസ്കൗണ്ടുകൾ ആൻഡ് ഇൻസെൻറ്റീവുകളാണ്. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കയറുന്നത് മുതൽ നമുക്ക് ഈ ട്രേഡ് ഡിസ്കൗണ്ടുകളും ഇൻസെൻറ്റീവുകളും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞു. നമ്മുടെ ഗ്രൂപ്പ് പോയിൻറ്റ്സ് അനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ഒരു ഡിസ്കൗണ്ടുകളും ഇൻസെൻറ്റീവുകളും നമുക്ക് വരുന്നത്. അപ്പോൾ ഓരോ മാസം ചെല്ലും തോറും നമുക്ക് നമ്മുടെ ഇൻകം കൂടി വരാനായിട്ട് അതൊരു കാരണമാവുകയും ചെയ്യുന്നതാണ്. അടുത്ത് വരുന്നതാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡ് പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യുന്നു. നമുക്ക് 20% ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കാറ്റലോഗ് പ്രൈസിൽ നമ്മൾ പ്രോഡക്റ്റുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് പ്രോഫിറ്റായിട്ട് ഒരു 20% നമുക്ക് സമ്പാദിക്കാനായിട്ടും സാധിക്കുന്നതാണ്. അങ്ങനെ ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ്, ട്രേഡ് ഡിസ്കൗണ്ട്, ഇൻസെൻറ്റീവുകൾ, ക്യാഷ് അവാർഡുകൾ, ബോണസ്, ഇങ്ങനെ ഉള്ള ഒരുപാട് എമൗണ്ട് നമുക്ക് ഇതിനകത്തൊന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് VIP കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയും പാസ്വേഡും കിട്ടുന്നുണ്ട്. ഈ ഒരു ഐഡിയും പാസ്വേഡും നമ്മൾ വെച്ചുകൊണ്ട് നമുക്ക് ഒറിഫ്ലെയിമിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. PBS ലിങ്ക്, പേഴ്സണൽ ബ്യൂട്ടി സ്റ്റോർ എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് ഒരാൾക്ക് ഇഷ്ടം എന്ന് പറയുന്ന കുറച്ച് ഹെയർ കെയർ പ്രോഡക്റ്റുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹെയർ കെയർ പ്രോഡക്റ്റുകൾ, ഷാംപൂ, കണ്ടീഷണർ, ഹെയർ മാസ്ക്, ഇങ്ങനെയുള്ള കുറച്ച് ഹെയർ കെയർ പ്രോഡക്റ്റുകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമുക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുകയും ആ ലിങ്ക് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അവർ ആ ലിങ്കിലൂടെ കയറി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് നമ്മുടെ VIP കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ VIP കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക്
ഒരു വീക്കിലി ഇൻകമായിട്ട് അവർ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൽ നിന്നും 15% ഒരു വീക്കിലി ഇൻകമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അവർക്ക് 10% ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റ് എടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ഒരു ഡെയിലി വരുമാനം നേടിയെടുക്കാനായിട്ടും ഒരു വീക്കിലി ഇൻകം നേടിയെടുക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് എല്ലാ മാസവും ഒരു ഫിക്സ്ഡ് എന്നല്ല, ഓരോ മാസം ചെല്ലുന്തോറും നമുക്കൊരു ഇൻകം നമുക്ക് നേടിയെടുക്കാനായിട്ടും സാധിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് 3 രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു സെൽഫ് യൂസറായിട്ട്, സെല്ലറായിട്ട്, ബിസിനസ് ബിൽഡറായിട്ട്, ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സെൽഫ് യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. റീസെല്ലിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു സെല്ലറായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു സെൽഫ് യൂസറായിട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രാൻഡ് പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യുന്നു, നമുക്ക് ഐഡിയും പാസ്വേഡും കിട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് 20% ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു സെല്ലറായിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് 20% ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നു. 15% VIP കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നു. ട്രേഡ് ഡിസ്കൗണ്ടുകൾ ഉണ്ടായിരിക്കും. എല്ലാ മാസവും പ്ലെൻറ്റി പ്രോഗ്രാം ഓഫേഴ്സിന് ക്വാളിഫയർ ആവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഒരു ബിസിനസ് ബിൽഡറായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളെപ്പോലെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ വെച്ചുകൊണ്ട് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ടീം വർക്കാണ്. ഒരു ടീമായിട്ട് ഇരുന്നായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20% ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നു. 15% VIP കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നു. ട്രേഡ് ഡിസ്കൗണ്ടുകളും ഇൻസെൻറ്റീവുകളും ഉണ്ടായിരിക്കും. ബോണസുകൾ ഉണ്ടായിരിക്കും. ക്യാഷ് അവാർഡുകൾ ഉണ്ടായിരിക്കും. ഡ്രീം പ്രോഗ്രാംസിന് നമുക്ക് സൈൻ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ബെനഫിറ്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മൂലം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിനെ സഹായിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. ഒരുപാട് ടൂൾസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ട്രെയിനിങ്സ് തന്നെയാണ്. നമ്മുടെ സൂം ആപ്പ് വഴിയായിരിക്കും നമുക്ക് ട്രെയിനിങ്സ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടായിരിക്കും നമുക്ക് ട്രെയിനിങ്സ് തരുന്നത്. പ്രോഡക്റ്റുകളുടെ ആണെങ്കിലും അല്ലെങ്കിൽ സക്സസ് പ്ലാനിൻ്റെ ആണെങ്കിലും എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ സക്സസ് പ്ലാൻ കയറാം, അല്ലെങ്കിൽ എങ്ങനെ പോയിൻറ്റ്സുകൾ കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഡക്ട്സുകളെക്കുറിച്ചുള്ള പ്രോഡക്റ്റ് ട്രെയിനിങ്ങുകളാണെങ്കിലും എല്ലാം നമുക്ക് സൂം ആപ്പ് വഴി നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഈ കാറ്റലോഗ് ഉണ്ട്. എല്ലാ മാസവും നമുക്ക് ഓരോ കാറ്റലോഗ് ഉണ്ടായിരിക്കും. ഈ കാറ്റലോഗ് നമുക്ക് വാട്സപ്പ് വഴി നമുക്ക് അവൈലബിൾ ആണ്. PDF രൂപത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു കാറ്റലോഗ് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ മാസവും പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഒറീഫ്ലെയിം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന അറിവുകൾ, അത് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ചാണെങ്കിലും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ്, അതുപോലെ തന്നെ പ്രോഡക്റ്റുകളെക്കുറിച്ചുള്ള ട്രെയിനിങ്, വെൽനസിൻ്റെ ട്രെയിനിങ്, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് മറ്റുള്ളവരെ കൂടെ ഇൻവൈറ്റ് ചെയ്യുക, നമ്മളും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹാവ് ഫൺ എന്ന് പറയുന്നത്. ഹാവ് ഫൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് യാത്രകൾ എന്ന് പറയുന്നത്. ടൂറൊക്കെ പോകാനായിട്ടൊക്കെ നമുക്ക് ഇഷ്ടമാണ്. സ്കൂൾ ലൈഫിലൊക്കെ നമ്മളൊക്കെ പോയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർക്ക് അത് സാധിച്ചിട്ടുണ്ടാവില്ല. പിന്നെ നമ്മുടെ ഓരോ കാരണങ്ങൾ വീതം, നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ കാരണം നമ്മളതൊക്കെ മാറ്റി വെച്ചിരിക്കുകയായിരിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മുടെ ഈ ഒരു കമ്പനിയിൽ നിന്നും ഒരുപാട് യാത്രകൾ നമുക്ക് അവൈലബിൾ ആണ്. യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സ് സെമിനാറുകളുണ്ട്, ഡയറക്ടേഴ്സ് കോൺഫറൻസുകളുണ്ട്, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ വരുന്നുണ്ട്. ഈ കോൺഫറൻസുകൾക്കെല്ലാം ക്വാളിഫയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം പോകാനായിട്ടും നമുക്ക് ഈ യാത്രകളൊക്കെ പോകാനായിട്ടും നമുക്ക് ഈ വേൾഡ് മൊത്തം ചുറ്റിക്കറങ്ങാനായിട്ടുള്ള ഒരു അവസരം നമ്മുടെ കമ്പനി തന്നെ നമുക്ക് ഒരുക്കുന്നുണ്ട്. അത് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഫാമിലിയോടൊപ്പം നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് യാത്രകൾ പോകാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് കമ്പനി തരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് ജോയിൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണ് എന്ന് നോക്കാം. നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഒന്നും ചോദിക്കുന്നില്ല, ലാംഗ്വേജ് ക്വാളിഫിക്കേഷൻസ് ചോദിക്കുന്നില്ല, മലയാളം അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, ഒന്നുമില്ല. നമുക്ക് വർക്ക് ചെയ്യാനായിട്ടൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. നിങ്ങൾ ഏത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണിക്കോട്ടെ, എന്നാലും നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ജോയിൻ ചെയ്യാനായിട്ട് 18 വയസ്സ് കഴിഞ്ഞവരായിരിക്കണം. അതുപോലെ തന്നെ ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രം മതി. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് 2 സൈഡും ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ്, നോർമൽ മെസ്സേജും നോർമൽ കോളും വരുന്ന ഒരു ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം, ഇമെയിൽ ID ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐഡിയും പാസ്വേഡും കിട്ടും. ഐഡിയും പാസ്വേഡും വെച്ചുകൊണ്ട് നമുക്ക് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ
നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം. നമ്മുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ മാറ്റി നമുക്കൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, ഇൻഡിപെൻഡൻ്റ് ആവണം, നമുക്ക് നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ സാധിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നൽകാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒറിഫ്ലെയിം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നോ അവിടെ തൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് മനസ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് തലമുറകളായിട്ട് കൈമാറി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒറിഫ്ലെയിം എന്ന് പറയുന്നത്. ഇതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫിനിക്സ് കേരള എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ലേഡീസ് മാത്രമാണ് ആ ഗ്രൂപ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഏകദേശം 4000-ലധികം മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ഒരു ഒറിഫ്ലെയിം ഫാമിലിയിൽ എന്ന് പറയുന്നത് നമ്മുടെ കേരള ടീമിൽ, അതായത് ഫിനിക്സ് കേരള ടീമിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാനായിട്ടും നമ്മുടെ സക്സസ്ഫുൾ ലീഡേഴ്സിൻ്റെ ട്രെയിനിങ്സോടുകൂടിയും അവരുടെ ഗൈഡൻസോടുകൂടിയും അവരുടെ സപ്പോർട്ടോടും കൂടി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒറിഫ്ലെയിം എന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നന്നായി വിനിയോഗിക്കുക, എന്നിട്ട് ജോയിൻ ചെയ്ത് ഹാപ്പി ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. താങ്ക് യു സോ മച്ച്.